അക്ഷരങ്ങൾ ഉണ്ടായത് തെറി പറയാനും, ആളെ കുറ്റപ്പെടുത്താനും, അസൂയ പറയാനും, കമന്റ് ഇടാനും, വൃത്തികെട്ട കമന്റ് ഇടാനുമല്ല. അക്ഷരങ്ങൾ നമ്മുടെ കഴിഞ്ഞുപോയ തലമുറകൾ കണ്ടുപിടിച്ചത് സ്നേഹങ്ങൾ പങ്കുവെക്കാൻ, ആശയങ്ങൾ പകരാൻ, ആശയങ്ങൾ പഠിക്കാൻ, മനുഷ്യന്റെ വികാസത്തിന് വേണ്ടിയാൽ, നാശത്തിന് വേണ്ടിയല്ല. ആ വികാസം ഉണ്ടാക്കിയെടുക്കാൻ നാദത്തെ, ഒച്ചയെ നാദമാക്കി മാറ്റിയതാണ് ശിവൻ. 5 തലകളിൽ തൽപുരുഷം, ഈശാനം, വാമദേവം, അഘോരം എന്നൊക്കെ പറഞ്ഞിട്ട് 5 തലകളുണ്ട്. ഈ 5 തലകളിൽ നിന്നാണ് ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ദൈവതം, നിഷാദം, സപ്തസ്വരങ്ങൾ ഉണ്ടായത്. ആ സപ്തസ്വരങ്ങളിൽ ആദ്യത്തെ സ്വരം കാട്ടാളന്റെ ഒച്ച. കാട്ടാളൻ വിളിച്ചത് ഏഹേ ഓഹോ, അട്ടഹാസ ശബ്ദം. അതാണ് നിഷാദം. നിഷാദനാരാ? കാട്ടാളൻ. കാട്ടാളന്റെ ഒച്ച. പക്ഷെ വീടെടുക്കാൻ തുടങ്ങിയപ്പോ, കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോ മെല്ലെ അടുത്തിരുന്നിട്ട് ജയചന്ദ്രൻ പാടിയ മറ്റൊരു പാട്ടിന്റെ സ്ഥായി കേട്ടിട്ടില്ലേ? പാലാഴിമങ്കേ പൂനിലാവിൽ തേരിറങ്ങി നീ പാലാഴിമങ്കേ. ശബ്ദം താഴ്ത്തി പറയാൻ തുടങ്ങി. ഉച്ചസ്ഥായി, നീചസ്ഥായി ശബ്ദം, ഉദാത്തം, അനുദാത്തം ഉണ്ടായി. അതിന്റെ നടുക്കൊരു സ്വരിതം വന്നു. അതിന്റെ 2 പന്തിന്റെ ഇടയിൽ ഈ 2 ശബ്ദവും ചേർത്തു. അങ്ങനെ സംഗീതമുണ്ടായി. നാദത്തിൽ നിന്നാണ് ഈ ബ്രഹ്മമുണ്ടായത്. ഓംകാരമായ പൊരുൾ ഒന്നായി പിരിഞ്ഞുടനെ അഹങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയത്. ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപ ഹരിനാരായണ.